ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീച്ച് ഞാൻ വീണ്ടും ഫ്രണ്ടിക്കായിട്ടോ ആദ്യം പോയി നോക്കുന്ന കാലാവസ്ഥ എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചു. മോനെ സ്കൂളിലേക്കൊക്കെ വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല മഴയായത് കാരണം അവനെ സ്കൂളിലേക്കൊന്നും വിടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് ദിവസം ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കും മടി പിടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സബ്ജിയൊക്കെ എടുത്തിട്ടുണ്ട്, വേഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സബ്ജി ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ മോര് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും മാത്രം വെച്ചാൽ മതി. പിന്നെ ചോറ് ഞാൻ മോനെ സ്കൂളിലേക്ക് വിടാൻ പോകുന്ന ആ ഒരു സമയത്ത് വെച്ചിട്ട് പോകും കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഓഫ് ചെയ്യാനായിട്ടുണ്ടാകും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ചോറൊക്കെ വെക്കുന്നത്. ഈ ഒരു കറി ഞാൻ വെക്കാൻ പഠിച്ചപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു കറി ആയിരിക്കും കേട്ടോ. കാരണം സിമ്പിളാണ് ഉണ്ടാക്കാനും, അങ്ങനെ തേങ്ങയുടെയൊന്നും ആവശ്യം വരില്ല. വെറുതെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയിട്ട് കുറച്ച് ഉപ്പിട്ട് എന്താ പറയുക കടുകും വറുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവുന്ന ഒരു സബ്ജി ആട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ ആട്ടോ. ഒന്ന് കറിക്കുള്ളതും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം ഏട്ടനേക്ക് പോയി എണീപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പിന്നെ വേഗം ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനെ എണീപ്പിച്ച് വിട്ട് ഏട്ടന് ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ മോനെ എണീപ്പിക്കും, റെഡിയാക്കുകയൊക്കെ ചെയ്തോളും. പിന്നെ എനിക്ക് അവനെ ഭക്ഷണമൊക്കെ കഴിപ്പിക്കും, അവൻ്റെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുക, അവൻ്റെ ബാഗ് എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അവൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള KV സ്കൂൾ ഇപ്പോൾ എന്താ പറയുക TCPയിലെ ന്യൂ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ദിവസമായിരുന്നു കേട്ടോ. ഒന്ന് ഓപ്പണിംഗ് ഡേ ആണ്. അപ്പോൾ എന്താ പറയുക നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു മോനോട് ഇന്ന് ഞങ്ങൾ ന്യൂ സ്കൂളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അവൻ ഇന്ന് രാവിലെ എണീച്ചവൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ സ്കൂളിൽ പോവാണ്, എനിക്ക് ന്യൂ സ്കൂളിലേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വിചാരം ഇന്ന് ഞാൻ അവനെ ന്യൂ സ്കൂളിൽ കൊണ്ടുപോയി ആക്കും എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് കുട്ടി റെഡിയാകാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ ചെയ്യുക, അവനെ പഴയ സ്കൂളിൽ തന്നെ കൊണ്ടേ ആക്കി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. അവൻ ഭയങ്കര സാഡായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അവന് വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന്റെ മൂഡൊന്ന് ചേഞ്ച് ആകാനും വേണ്ടിയിട്ട് ഞാൻ കുറെ അതും ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ചൊരു മറുപടി പോലും തരാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഒരു മൂളൽ പോലും ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അവനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വീട്ടിനകത്താണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സാഡായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഏട്ടൻ മുടി വെട്ടാൻ പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണെന്ന് സ്കൂളിൽ കൊണ്ടുപോയി ആക്കുക എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ സിസ്റ്ററുടെ കൂടെ ആയിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവൻ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞു അമ്മ എന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് സ്കൂളിലേക്ക് പോകണ്ട, അവന് അമ്മയെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവൻ്റെ സ്കൂളിൽ പോയി പിന്നെ ടീച്ചറെ കാണുന്നവരെ അവന് ഭയങ്കര സങ്കടമായിരുന്നു. ടീച്ചറെ കണ്ടു കഴിയുമ്പോൾ ടീച്ചർ പിന്നെ അകത്ത് കയറ്റിയിരുത്തി. പിന്നെ ഞാൻ വീട്ടിലോട്ട് വരികയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോട്ടേഴ്സിൻ്റെ ചുറ്റും ഒരു 2-3 റൗണ്ട് നടന്നു. ഏട്ടൻ അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുടി വെട്ടാൻ പോയിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക ഒരു 1/4 മണിക്കൂറൊക്കെ നടന്നിട്ടുണ്ടാവും. നടത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഏട്ടന് കുളിക്കാനൊക്കെ വെള്ളം വെക്കാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് പിന്നെ വേഗം വെള്ളമൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പാൽക്കാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പാലൊക്കെ മേടിച്ചു വിട്ടു. ഒന്ന് സിസ്റ്ററുടെ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ എൻ്റെ പാത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ മേടിച്ചു. അപ്പോഴേക്കും ഏട്ടനും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഓഫീസിൽ പോകാനുള്ള സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടൻ വന്നിട്ട് ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പാലൊക്കെ വാങ്ങിയിട്ട് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേഗം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ ഏട്ടൻ എൻ്റെ അടുത്ത് 2 സ്നിക്കേഴ്സ് കൊണ്ടുപോയി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്നിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ബാക്കി ഏത് ചോക്ലേറ്റ് കിട്ടിയാലും എനിക്ക് ഈ ഒരു സ്നിക്കേഴ്സ് കിട്ടിയതിൻ്റെ അത്രയും സന്തോഷമൊന്നുമില്ല. എനിക്ക് സ്നിക്കേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു എന്താ പറയുക ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിട്ട് ഉപ്പിൻ്റെ അതുപോലെ മധുരമൊക്കെ ആയിട്ട് എനിക്ക് സ്നിക്കേഴ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കഴിക്കാനും വേണ്ടിയിട്ട്. ഞാനിന്ന് കോറയാണ് കഴിക്കുന്നത്. പിന്നെ ആയിട്ട് തൈരൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മോൻ ഇന്നലെ വാങ്ങിയ തൈരിനകത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടറും അതുപോലെ എന്താ പറയുക തേങ്ങ ചരുക്കിയതൊക്കെ ഇട്ട് വെച്ചിട്ട് അത് കേട് വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിട്ട് പോയിട്ട് പുതിയ തൈരൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഭക്ഷണമൊക്കെ വെച്ചിട്ടായിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിയും പഴവും കൂടെ ആയിരുന്നു കേട്ടോ. ഈ റാഗിക്കകത്ത് ഞാൻ എന്താ പറയുക മധുരമായിരുന്നില്ല കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പഴം സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചു. പിന്നെ ഞാൻ ആ ഒരു റാഗിക്കകത്ത് ഈ ഒരു പഴം പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അല്ലാതെ കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ആയി ഞാനിങ്ങനെ റാഗിയൊക്കെ കഴിച്ചിട്ട് കേട്ടോ. കുട്ടി ഉണ്ടായ സമയത്ത് ആ ഒരു 6 മാസം വരെ ഞാനിങ്ങനെ റാഗിയൊക്കെ അവന് കൊടുക്കുന്നതിൻ്റെ ബാക്കി ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കഴിക്കാതെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശർക്കരയും പനങ്ങൾക്കിട്ടൊക്കെ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു വൈബ് എന്തായാലും ഈ ഒരു ഉപ്പിട്ടുണ്ടാക്കി റാഗി കഴിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി.
മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഞാൻ വേറെ എനിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും അത് മുഴുവനും കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് മുഴുവനും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ ഫുഡായിട്ട് എന്നോട് രാവിലെ അതുപോലെ വൈകിട്ടും ഇതുപോലെ റാഗിയും പഴവും കൂടെ കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഇടയിൽ ബിസ്ക്കറ്റും അതുപോലെ മോൻ്റെ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ റാഗി മാത്രം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ കൂടി കുറവായതുകൊണ്ട് തന്നെ ഏട്ടതാ എനിക്കൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് മിൽട്ടൻ്റെ ആട്ടോ കുപ്പി. അപ്പോൾ ഇത് ഇവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ തൊട്ട് എന്തായാലും 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. 2 ലിറ്റർ അല്ല, 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ളമെങ്കിലും കുടിച്ച് തീരുമോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കുടിച്ച് തീർക്കണം എന്നൊക്കെ ആട്ടോ ഞാൻ വിചാരിക്കുന്ന. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു ബോട്ടിൽ തീരുവാണെങ്കിൽ ഒരു കുപ്പി വെള്ളവും കൂടെ നിറച്ച് കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടെ നല്ലതാവും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ചേഞ്ച് ഒന്നും വരാനൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ പോയിട്ട് റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് ഉപ്പേരി വെക്കാണ്ട് പാത്രം കഴുകാൻ. അധികമില്ല, എന്നാലും ഉപ്പേരിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായാലും പാത്രവും കഴുകാനുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. പിന്നെ അടിക്കാൻ തുടയ്ക്കാൻ അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഉണക്കാനിടണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യില്ലേ. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ സിസ്റ്റർ വന്നിട്ട് മഴ വരാനായിട്ടുണ്ട്, വേഗം പോയി കുട്ടികളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആ മോൻ പറഞ്ഞു അവന് കുറച്ച് മാഗി ഉണ്ടാക്കി തരുമെന്ന്. എൻ്റെ കയ്യിൽ വൈവേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്ന സ്റ്റൈലാണ് ഈ കാണുന്നത്. അവന് ഈ സ്പൂണും കൊണ്ടൊന്നും എടുത്തിട്ട് കിട്ടുന്നേ വയലേ സ്പൂണും കൊണ്ട് എടുത്തിട്ട് കഴിക്കാൻ പറ്റാത്തതിൻ്റെ പരാക്രമമായിട്ടോ ഈ കാണിച്ചു കൂട്ടുന്നത്. അത് കണ്ടിട്ട് കുറേ നേരം ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അവനാണെങ്കിൽ ഇരുന്നിട്ടും ശരിയാവുന്നില്ല, കൈ കൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല, സ്പൂൺ കൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുന്നായിട്ട് അവൻ കുറച്ച് നേരം കളിക്കാനൊക്കെ പോകും കേട്ടോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ എന്താ കുറച്ച് നേരം കളിക്കാനൊക്കെ പോകുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കളിയെല്ലാം. ചിലപ്പോൾ വീടിനകത്ത് വന്നിരുന്ന് TV ഒക്കെ കാണും, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ പോയിരുന്ന് കളിക്കും. പിള്ളേരുടെ കളിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ മുകളിലത്തെ വീട്ടിലത്തെ ദീദി അപ്പുറത്തെ ഡോറിൽ വന്ന് മുട്ടുന്ന കണ്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്കിതാ കുറച്ച് കറിയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ദാലുകറിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ ദാലുകറിയൊക്കെ വെക്കും കേട്ടോ. ഞാനാണെങ്കിൽ ദാലുകറി വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഒരു കറി ഇല്ലാത്ത ദിവസം മാത്രം കേട്ടോ ഞാൻ ദാലുകറി ഉണ്ടാക്കുക. പക്ഷേ അവരെല്ലാ ദിവസവും ദാലുകറിയാണ് വെക്കുക. പിന്നെ അതൊക്കെ മേടിച്ച് വെച്ചു, അവരോട് കുറച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഞാനൊരു യൂണിഫോമുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല, പക്ഷേ ഇന്ന് ജസ്റ്റ് ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഏട്ടന് ഭക്ഷണം കൊടുത്തിട്ട് ഞാനും ഇതാ ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.